സ്നോർക്ലിങ്ങിന് പോവാ. ചാനൽ ഇന്ന് നമ്മള് 3 പേരും കൂടി സ്നോർക്ലിങ്ങിന് പോവാണ്. സീരിയസ്ലി ഇന്ന് നമ്മളെല്ലാരും കൂടി പോകേണ്ട ദിവസമായിരുന്നു. കാർത്തിക്ക് തൊണ്ടവേദന കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ ഇരിക്കുവാണ്, അതുകൊണ്ട് വർഷയും വരണില്ല. അനന്തു ആണെങ്കിൽ സ്നോർക്ലിങ് മേല് എന്താണ് കടലിൽ പോയിട്ട് മേലൊട്ടണ കാര്യങ്ങളാണ്. ബീച്ച് പേഴ്സൺ ആയിലോട്ടെ പറഞ്ഞിട്ടില്ലേ. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മള് 3 പേരും അറ്റ് ലാസ്റ്റ് ഇന്ന് സ്നോർക്ലിങ്ങിന് പോണേ. നല്ലൊരു ദിവസം ആയിരിക്കട്ടെ അല്ലേ? എനിക്കാണെങ്കിൽ എക്സൈറ്റഡ് ആയിട്ടോ ഇങ്ങനെ സ്നോർക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഫുക്കറ്റ് ഗ്രാബിയൊക്കെ പോയപ്പോഴേ ലാസ്റ്റ് സ്നോർക്കിൾ ചെയ്തത്. യാൻഡി let's go. Bali, how many ക്വസ്റ്റ്യൻ ചോദിച്ചു കേട്ടോ. ഞാൻ ഉത്തരം പറഞ്ഞത് എനിക്കൊരു റിങ് തന്നു. ഗുഡ് മോർണിംഗ്, സ്വസ്തി അസ്തു. നമ്മളിതേ സ്നോർക്കിൾ ചെയ്യാൻ വേണ്ടി പോവാ കേട്ടോ. ഇത്രയും ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ സ്നോർക്ലിംഗ് മാത്രമേ എടുക്കണുള്ളൂ. സ്നോർക്ലിംഗ് എനിക്ക് നീന്താനോ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഇൻസ്ട്രക്ടറും എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ ഇത്ര ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അമ്മൂന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഫ്ലൈ ബോർഡ് ചെയ്യണം എന്നുള്ളത്. നെക്സ്റ്റ് ടൈം ചെയ്യാട്ടോ. ഫോണിന് മുന്നേ എഴുതി ഒപ്പിട്ടായി കൊടുക്കണം. പിന്നെ നമ്മള് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോഗ്രാഫറിനെ ഹയറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ സ്നോർക്കിൾ ചെയ്യാൻ വേണ്ടി പോവാണ്. എനിക്ക് നല്ല പേടിയാണ് കേട്ടോ. എനിക്ക് വെള്ളത്തിൽ മുങ്ങണ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് ട്രൈ ചെയ്യാം അല്ലേ? അങ്ങനെ സ്നോർക്ലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എൻജോയ് ചെയ്തില്ല. കാരണം ഇല്ലേ, എനിക്ക് നല്ല പേടിയുണ്ട് മുങ്ങിപ്പോകുന്നുള്ളത്, അതൊന്നാമത്തെ കാര്യം. പിന്നെ എനിക്ക് സ്നോർക്ലിങ്ങിന്റെ ഈ ഒരു സംഭവമില്ലേ, പൈപ്പ് നമ്മുടെ പൊക്കത്തേക്ക് പോകണം, അതിന്റെ ഉള്ളിൽ കൂടി കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് അറിയില്ല കേട്ടോ, ഇവരുടെ കുറച്ചും കൂടി നീട്ടുണ്ടായി തോന്നുന്നു. എൻ്റെ ഒത്തിരി ഷോർട്ടായിരുന്നു, അതുകൊണ്ടിട്ട് എപ്പോഴും അതിൽ കൂടി വെള്ളം കയറും. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ അല്ലാത്തൊരു അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും കടലിലെ വേവ്സ് കുറച്ചുകൂടി, അപ്പോൾ എൻ്റെ പേടി കൂടാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഞാൻ ഫിഷിനെയൊക്കെ കണ്ടു, പക്ഷെ എൻ്റെ ഫുൾ മൈൻഡ് വെച്ച് എൻജോയ് ചെയ്യാൻ കൂടി എനിക്ക് എന്തായാലും പറ്റിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ സീ വാക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ എടുക്കണമായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ട് ആ സമയത്ത്. പക്ഷെ ഒരു കണക്കിന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നു. കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ചേട്ടൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അമ്മു അതേട്ടെ നോക്കുമ്പോൾ അമ്മു കൈയൊക്കെ വിട്ട് നീന്തിയൊക്കെ പോകണ്ടേ. പക്ഷെ അവൾക്ക് സീ സിക്നസ് അടിച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അല്ലേടാ, ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ? വോമിറ്റിങ് ഞാൻ ചെയ്യണട്ടോ. എനിക്കും അപ്പോൾ വന്നായിരുന്നു, പക്ഷെ കുറച്ച് വെള്ളം കുടിച്ചപ്പോഴത്തേക്കും ഞാൻ ഓക്കെ ആയിട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവാണ്. ഹോട്ടലിലേക്ക് പോയിട്ട് ഞങ്ങൾ ഉബുദ് മാർക്കറ്റ് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. എടാ പൊളിക്കണ്ടേ നമുക്ക് നെക്സ്റ്റ് അതേട്ടോ. ഇവനും വർഷയ്ക്കും വയ്യാണ്ടായി. ഞങ്ങൾ ഇന്നലത്തെ ബോട്ടിലെ തകർപ്പിന് ശേഷം ഗൈസ് ഞങ്ങൾ ഞങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്തോണ്ടിരിക്കുന്നത്. സീരിയസ്ലി ഇത്രയും ദിവസം പോയതറിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകും. സങ്കടം തന്നെ സീരിയസ്ലി. ഇപ്പൊ നമ്മള് സ്പായ്ക്ക് വേണ്ടി പോവാട്ടോ. നേരെ ഹോട്ടലിൽ വന്ന് നല്ല രീതിയിൽ ഒന്ന് കുളിച്ച് സെറ്റായി ആ സ്നോർക്ലിങ്ങിന് പോയി എന്റെ ക്ഷീണമൊക്കെ ഒന്ന് തീർക്കട്ടെ. കഴിഞ്ഞിട്ട് സ്പായ്ക്ക് പോയി റിലാക്സ് ചെയ്യാൻ പോണു. നമ്മള് സ്പാ സെന്ററിൽ എത്തിയിട്ടുണ്ട്. ബാലി ഓർക്കിഡ് സ്പാ എന്നാട്ടോ പേര്. ഹലോ, സ്വസ്തി അസ്തു. സ്വസ്തി അസ്തു. ആ നമസ്തേ. അവർക്ക് അതും അറിയാം. നമുക്ക് വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ട് കേട്ടോ. ജിഞ്ചർ ടീ കേട്ടോ, നല്ല റിഫ്രഷിങ്. ഇഷ്ടപ്പെട്ടാ? കൊള്ളാല്ലേ? നമ്മുടെ ചുക്ക് കാപ്പിയുടെ ടേസ്റ്റ് അല്ലേ? ചുക്ക് കാപ്പി എങ്ങനെയാണോ തണുപ്പിച്ച അതുപോലെ ഉണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. മസാജിന് പോകാൻ വേണ്ടിയുള്ള ഉന്മേഷം നോക്കി എല്ലാത്തിന്റെ. Full body massage you get the 1 hour, and then continue you get the body scrub 20 minutes, and then meal moisturizer 10 minutes. After that one you get the flower bath 15 minutes, and then the last one you get the shower 10 minutes. Okay? ഇതാണ് എന്റെ പ്രിഫറൻസ്. ഇതിന്റെ ഉള്ളില് ഫോക്കസിന്റെ അടുത്ത് ഉണ്ടിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലായിടത്തും ഉണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും. അമ്മ നീ എവിടേക്ക് ഉണ്ടിട്ട് കൊടുത്ത് നീ കാണണം. എന്റെ പൊന്നെ, അമ്മൂന്റെ ഉണ്ടകളുടെ ബഹളം. ഇതാട്ടാ നമ്മുടെ സ്പായ്ക്കുള്ള മുറി. ഞങ്ങൾ ഒരു ട്രെയിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ താഴത്ത് നമ്മൾ മാറിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഇട്ടിട്ട് ചേഞ്ച് ചെയ്യട്ടെ. ഭയങ്കര കാമായിട്ടുള്ള മ്യൂസിക്കും പ്ലേ ചെയ്യണം കേട്ടോ. ഓ നൈസ്.
അതുപോലെ തന്നെ അതെ ഫ്ലവറിന്റെ ഇത് വെച്ചിട്ടുണ്ട്, ബാത്ത് ഉണ്ട്. പൊളിക്കും നിങ്ങള്. മസാജും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മള് ഫിൻസ് ക്ലബിൽ വന്നേക്കുവാട്ടോ. നമ്മള് ഫിൻസ് ക്ലബിലെ ആട്ടത്തിനും പാട്ടത്തിനും ഒക്കെ ശേഷം അല്ല ആട്ടവും പാട്ടും ശേഷം ഞങ്ങള് കൃഷ്ണ മാർട്ട് മാട്ടിക്കൊണ്ട് ആണ്ടി ആക്കിയേക്കും കേട്ടോ. നമ്മളിവിടെ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോവാ. എന്തൊക്കെയോ ഇവിടെ ഉണ്ട്. ഇവിടെ കേറിക്കോന്നാണ് ഈ ആണ്ടി പറഞ്ഞ, അറിയില്ല ആണ്ടി നമ്മളെ തേച്ചതാണോ അല്ലേന്ന് അറിയില്ല. പക്ഷെ നമ്മൾ നോക്കട്ടെ കേട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. പോലത്തെ വീട്ടിൽ കൂടി ഇടാൻ പറ്റുന്ന ഐറ്റംസ് ആട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കിട്ടണം. പക്ഷെ ഇതൊക്കെ നല്ലതല്ലേ, അത്യാവശ്യം ഇങ്ങനത്തെ നൈറ്റീസും ഷോർട്ട് നൈറ്റി ആട്ടോ ഇതൊക്കെ. പക്ഷെ നല്ല കംഫർട്ടബിൾ ആണ്, പിടിച്ചിട്ട് നല്ല സുഖമുണ്ട് കേട്ടോ. നമ്മുടെ ഗൈഡ് യാണ്ടേ നമ്മളെ എവിടെയോ കൊണ്ടുപോയിട്ട് ഒരു ടൂറിസ്റ്റ് സ്ഥലത്ത് കൊണ്ടാക്കി തന്നിട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടോ. ഭയങ്കര സിമ്പിൾ സാധനങ്ങളൊക്കെ, കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയോ വാരിക്കൂട്ടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ അല്ലറ ചില്ലറ പൊടിക്കാച്ച സാധനങ്ങളൊക്കെ എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. നേരെ ഹോട്ടലിലേക്ക് വന്നേക്കുവാണ്. ഇനി പയ്യെ ഡ്രസ്സും മാറി കാർത്തിയുടെ ഫ്രണ്ട് ഞങ്ങളൊരു പബ്ബിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ആ ഒരു പബ്ബിലേക്ക് പോവാണ്. എനിക്ക് ഇതിട്ടിട്ട് പക്ക ഒരു ബീച്ച് വെയർ, നമ്മുടെ ഫിൻസ് ക്ലബ്ബിൽ ഈ ഡ്രസ്സ് പക്കയായിരുന്നു കേട്ടോ. പക്ഷെ ഇനി പോണ പബ്ബിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ജിൽ വൈബായത് കൊണ്ടിട്ട് ഒരു ബ്ലാക്ക് ഡ്രസ്സ്, പാർട്ടി ഡ്രസ്സ് എങ്കിലും എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. കാരണം ഞാൻ ഓൾറെഡി അങ്ങനത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കൂടി സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് ഡ്രസ്സിലേക്ക് ചേഞ്ച് ചെയ്തോട്ടെ, വൈറ്റ് ഡ്രസ് ചെയ്യുന്നത്. മൈ ഷുഡ് ടു ചേഞ്ച് ബ്ലാക്ക് ഡ്രസ് ആയി. ഞങ്ങളുടെ ഫേവറേറ്റ് അല്ലേ ബ്ലാക്ക് കുഞ്ഞി. നമുക്ക് എത്ര വൈറ്റ് ഇട്ടാലും റെഡ് ഇട്ടാലും സമാധാനവും സന്തോഷം ഉണ്ടാവില്ല. നമുക്ക് എപ്പോഴും ബ്ലാക്ക് ഇടുമ്പോഴാണ് സന്തോഷം അല്ല കുഞ്ഞി. ഞാനും ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടോ. ഇവിടെ അമ്മുദേ ബദ്രിനാഥിനെ പോലെ വന്നിട്ടുണ്ട്. പക്ഷെ കൊള്ളാട്ടാ അമ്മു, ക്യൂട്ട് ഓൾവേസ്. അമ്മുദേ ഒരു പിങ്ക് ഡ്രസ് ഒക്കെ ഇട്ട് എല്ലാരും ഡ്രസ്സ് മാറ്റിട്ടാ. ഫിൻസ് ക്ലബിലെ മൂടിന്ന് എല്ലാരും മാറി, എല്ലാരും ഇപ്പൊ ഒരു പാർട്ടി മോഡിലേക്ക് കടന്നിട്ടുണ്ട്. We are going to blast guys for the first time. നമ്മളെ പോലീസ് എസ്കോർട്ടോടുകൂടി നമ്മള് ഒരു പബ്ബിലേക്ക് പോവാണ് കേട്ടോ. സീരിയസ്ലി കാർത്തിയുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ഇച്ചായൻ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മൾ അറ്റ്ലസ് ക്ലബിലേക്ക് പോവാണ്. സത്യം ഭയങ്കര പ്രൗഡ് തോന്നുന്നുണ്ട്. കാരണം കാർത്തി ഓഫ് കോഴ്സ് വി ആർ പ്രൗഡ് ഓഫ് ഹിം. ആൻഡ് ഇച്ചായൻ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു ഇൻവിറ്റേഷൻ സ്വീകരിച്ച് നമ്മൾ പബ്ബിലേക്ക് പോവാണ്. അതെ, പറയാൻ പറ്റില്ല. അതെ, സീരിയസ്ലി പോലീസ് എസ്കോർട്ട്, അതുപോലെ തന്നെ കുറേയേറെ വണ്ടികൾ, ഇതോടുകൂടി നമ്മള് പബ്ബിലേക്ക് പോവാണ്. ബാലിയില് ഇനി എന്ത് വേണോ, ഇനി എനിക്ക് ഇതിനേക്കാളും കൂടുതൽ ഒന്നും വേണ്ട. നമ്മൾ അത്രയും തകർത്ത് പൊളിച്ച് അടിച്ചു പൊളിച്ച് നമ്മളൊരു നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ പോവാണ്. വൺ ബൈ വൺ ഗെറ്റ് ഇൻ ദ കാർ. കാർത്തിയുടെ ഫ്രണ്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ തകർക്കാൻ പോയി എന്ന് പറഞ്ഞില്ലേ, ആ തകർപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടോ. പുള്ളി ഞെട്ടിച്ച് കളഞ്ഞല്ലേ കാർത്തി. സത്യം, ഞങ്ങളിപ്പോ ഹോട്ടലിൽ കയറണേ ഉള്ളൂ കേട്ടോ. സീരിയസ്ലി പുള്ളി ഇവിടുത്തെ വലിയ ഏതോ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആട്ടോ. നമ്മൾ ആ രീതിക്കാണ് ട്രീറ്റ് ചെയ്തത്. രംഗണ്ണൻ സെറ്റപ്പ് തന്നെ.
അതെ, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പുള്ളി കുറെ നാൾക്ക് ശേഷം മലയാളികളെ കാണണേന്ന് പറഞ്ഞു. നമ്മളായിട്ട് ഭയങ്കര കുറെ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. ശരിക്കും നമ്മൾ ഹാപ്പി ആയി. അതെ, നമ്മുടെ നാട്ടിൽ അതേ ബീഫ് കറിയൊക്കെ മേടിച്ചു. സത്യം. ആരെങ്കിലും ഇവിടെ വേണമെന്ന് പറയണ ഇതാണ് അറിയണേ. അപ്പോ ഭയങ്കര വിഷമത്തോടെ ഭയങ്കര ബുദ്ധിമുട്ടോടുകൂടി നമ്മുടെ ബാലി ട്രിപ്പ് ഇവിടെ എൻജോയ് ചെയ്യാണ്. മനസ്സ് ഇവിടെ വെച്ചിട്ടാട്ടോ പോണത്. സീരിയസ്ലി മനസ്സ് ഇവിടെ വെച്ചിട്ടാ പോണത്. അപ്പോ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ ഏതെങ്കിലും ഒക്കെ ഒരു വീഡിയോ ആയിട്ട് കാണാം. ഹാപ്പി അല്ലേ പിള്ളേരെ? ഹാപ്പി അല്ലേ? അപ്പോ ഞാനും ഭയങ്കര വിഷമത്തോടെ സങ്കടത്തോടെ ഭയങ്കര സന്തോഷത്തോടെ ബാലിക്ക് ഇവിടെ പറയാണ് ലവ് യു, താങ്ക് യു ബാലി ഫോർ ഗിവിംഗ് us so many memories. Bye.